Good evening, everyone. Welcome back to Xylem. Welcome back to the world of English. My name is Nasser Faruddin. So, we have and in the last class, I believe we have discussed reported speech, and today we are going to discuss a very important but a very simple topic, which is subject verb concord. Okay, and അടുത്തൊരു 1 മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഈ സബ്ജക്ട് വെർബ് കോൺകോർഡ് എന്ന് പറഞ്ഞ ടോപ്പിക് കൃത്യമായി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഡിസ്ക്ലെയിമർ തരാം. നമുക്കറിയാം, ഈ ലാംഗ്വേജിലെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സബ്ജക്ട് വെർബ് കോൺകോർഡ് വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ there are certain things we should be thorough with, അല്ലെ? കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം, നമ്മുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. ശരി. സോ ഓർമ്മയുണ്ടോ എൻ്റെ പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ടെൻസ് എടുക്കും, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടെൻസ് എടുക്കാം ലിയോൺ, കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഡെഫിനറ്റ്ലി വി വിൽ ഡിസ്കസ് ടെൻസ്. എന്നെ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ പീപ്പിൾ? ഡു യു റിമെമ്പർ മീ ചിൽഡ്രൻ? എൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല, നമ്മൾ കുറച്ചായി കണ്ടിട്ട്. എന്നാലും പേര് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ സന്തോഷമായേനെ. ആൻഡ് ഒരു കാര്യം കൂടെ ചെയ്യാം, മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കള്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന്റെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഈ ലൈവിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരോടും ഒന്ന് വരാൻ പറയാം. നമുക്കൊരു 45 മിനിറ്റ്സിനുള്ളിൽ. ആൻഡ് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ദിസ് ഈസ് ഗോയിങ് ടു ബി എ part. right. So that is not Pachu, Leona. My name is Nacho. Okay, right. So my name is Nasser Faruddin. This is my name. Okay, for those who don't know me, this is my name, Nasser Faruddin K. And കുട്ടികൾ എന്നെ ഇങ്ങനെയും വിളിക്കാറുണ്ട്, അതുകൊണ്ടാണ് ആരോ ഒരാൾ പാച്ചു എന്നൊക്കെ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് നോട്ട് പാച്ചു, ദാറ്റ് ഈസ് നാച്ചു. ഓക്കെ, ശരി. സോ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്, ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ്. സോ വെർ ഈസ് യുവർ ഗ്ലാസ്? ഓക്കെ, ഗ്ലാസസ് നെക്സ്റ്റ് ക്ലാസ്, മേ ബി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, നോട്ട് നൗ, നോട്ട് ഹിയർ. ഓക്കെ, റെഡി? ശ്രദ്ധിച്ചേക്കാം മക്കളെ. അടുത്തൊരു 40 മിനിറ്റ് അത്രയേ ഉള്ളൂ, നമ്മൾ അതിലും കൂടുതൽ സംസാരിക്കില്ല. For the next 40 minutes, I need your complete attention because we are going to discuss a very important but simple topic in English. So whenever you are learning a language, especially English, it is imperative that you should have a thorough idea about subject, verb, concord. Okay? ഈ പേര് പറയുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് ഈസ് എ വെരി സിമ്പിൾ ടോപ്പിക്. ആൻഡ് അതിന് മുമ്പ് ഈ പറയുന്ന സബ്ജക്റ്റ് വെർബ് കോൺകോർഡുകളൊക്കെ മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് ഐ നീഡ് എ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ത്രൂ ഔട്ട് ദിസ് ക്ലാസ്. ഇപ്പം നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് 50 പേരാണെങ്കിൽ അതൊരു 75, 80 അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞൊരു കൗണ്ടിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. All you need to do is share this link. Okay, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ലൈവിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് വരിക. ഒന്നുമില്ല, നമ്മൾ ലാംഗ്വേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുകയാണ്. സോ റെഡി ആണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ, അതായത് നമ്മൾ ഇന്നത്തെ ഈ ലൈവ് കൗണ്ട് നമുക്ക് 100 ആക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞു ഫയർ ഇടുക. ആൻഡ് വി വിൽ ബിഗിൻ ദ ക്ലാസ്. ഓക്കെ, ആൻഡ് മൈ ക്വസ്റ്റ്യൻ, സർ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് sentence. ഇതിലെ incorrect, okay, out of these 4 sentences, one sentence is incorrect. I want you to spot that incorrect sentence. What do you think, sir? ഏതാണ് ഈ 4 സെന്റൻസിലെ ഇൻകറക്റ്റ് സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, maybe I'll read it out for you. Jeffrey's vlog said, I have an English exam tomorrow. I wish you all the best with that. Yes, people, right. So listen to me very carefully. The first sentence is, I was confused about the answer. Sentence number 2, I had been waiting for my whole life. Sentence number 3, she don't know about the difficulties. Sentence number D, I wish I were a bird. I wish I were a bird. Right. So what do you think, or which do you think is a wrong sentence among the 4? Sir, I may go soon, so here is a thunderstorm. KGF, you don't fear a thunderstorm, okay? You are Rocky Bhai, you don't fear thunderstorm, okay? Right, but be practical.
go out. Go inside. Okay, ready? Sure. So this is the answer. So most of you are saying D is the wrong sentence, and I can see a C here and there. Okay, കുറച്ച് പേര് C and today I can't control my power. Right. So be safe, bro. Be safe. Okay. Don't do stupid things. Be safe. Right. So most of you are saying D, and that makes me happy because that's the wrong answer. Okay. Out of these 4 sentences, sentence number 3 is wrong, and all the other 3 sentences are grammatically correct. Right? Since most of you are saying D is the wrong sentence, that is exactly why I want you to be here for the next 45 minutes, because your the foundation of your grammar is not foolproof. The foundation of your grammar is not strong enough. So you should have a thorough idea about this subject-verb concord. And in this whole 45 minutes, what I'm trying to prove is this particular sentence is wrong, and there is a very specific reason for that. People, can you follow me? In കൂടുതൽ English സംസാരിക്കാൻ ശ്രമിക്കുന്നത് because I know you are CBSE students, and if I'm explaining everything in Malayalam, that is going to be awkward. So if you can follow me with this little English I'm speaking, please do put a thumbs up in the comment box so that I can understand that you can follow me. Okay, ready? So people, and before continuing further, I want you to press that like button. Okay, I want you to press that like button. And a like button on the press. Okay, share it. Karyam വളരെ simple ആണ്. The grammatically correct sentence will be or would be, she doesn't know about the difficulties. She doesn't know about the difficulties. So the sentence she don't know about the difficulties is grammatically wrong, and the grammatically correct sentence is she doesn't know about the difficulties. And that is where you have to concentrate on your language, because she is a singular pronoun, and this singular pronoun should be followed by a singular auxiliary verb or a singular verb. അത് തന്നെയാണ് നമ്മൾ ഇന്ന് മുഴുവൻ സംസാരിക്കാൻ പോകുന്നത്. അടുത്ത 45 മിനിറ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതൊക്കെ വളരെ കുഞ്ഞു കാര്യങ്ങളാണ്. But at the same time, those information are super important, are crucial in your language building. Okay, let's move on. Right. So we have begun with a beautiful phrase, subject verb concord. Subject verb concord. So what exactly is subject verb concord? If you want me to explain the concept of subject verb concord in a single sentence, that would be, a singular subject takes singular verb, and a plural subject takes plural verb. That is the crux of, or that is the short idea of subject verb concord. ഒരു സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബിനെ എടുക്കുന്നു, പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബിനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റൂള്. ബട്ട് അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഒന്നിലധികം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. Let's move on. Okay, and in this 45-minute session, I am going to teach you, rather I am going to inform you about 10 rules that you should be thorough with, and I will try to elaborate each and every rule with detail as much as possible. Okay, right? So stay with me, people. Hold your seatbelt tightly. Stay with me. Right, let's move on. Rule number 1. If the subject is singular, use a singular verb. That sounds a very simple logical rule. Okay, if your subject is singular, you have to use a singular verb. Simple ആണല്ലോ. ഒരു എക്സാമ്പിൾ കേട്ടോ. John studies every day. Here, the subject is John, and John is a singular noun. John is a singular noun. That is something everybody knows. Okay, and it should be followed by a singular verb. It should be followed by a singular verb in present tense. Noku, studies is a singular verb. Studies is a singular verb. So the topic of discussion is 2 words. 2 വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്
ഒന്ന് singular verb, singular noun. Okay, right? Singular noun, singular verb. Then what is the next thing? Yes, sir. Plural noun, plural verb. Okay, singular noun, singular verb, plural noun, plural verb. So what exactly is this? Do you have a thorough idea about singular verb, singular noun, plural verb, plural noun? Yes. Listen to me very carefully. Rule number 2, if the subject is plural, there must be a plural verb. രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ റൂളിനെ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ പറയാം. If your subject is singular, you have to use a singular verb. If your subject is plural, you have to use a plural verb. Simple. Okay? For instance, they study every day here. They is a singular noun or a singular pronoun, and here study is a singular verb. Study is a singular verb. And I'm pretty much sure that at least some of you might be wondering, so all these things we know, right? So we have an understanding, we have a thorough understanding about all these things, because these are trivial things that we have learned in our 5th standard, 6th standard, or in 4th standard. Yes or no? How many of you think like that? Sir, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സർ, ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞങ്ങൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരു റെഡ് ഹാർട്ടഡ് ആവോ കമന്റ് ബോക്സിൽ. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, ഏത് ഓഡിയൻസിനോട് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇഫ് യു ആർ തിങ്കിങ്, sir, this is something we already know, so you do not have to elaborate too much about this, because you are wasting our time, because this is something we are already thorough with. Yes, sir. Jason Kurian, within the next 2 minutes, I am going to clarify your doubt. Okay, and before that, I need to know how many of you have a thorough idea about the concept I'm talking about. Yes. Right? Thank you. And I knew this. Okay, okay, sir, plural alle. Yes, did I write singular? No, I said plural and I wrote singular. I'm sorry, that was a typing mistake. It's not a typing mistake. I wasn't typing actually. Yes, sir. Yes, sir. Plural answer. Okay, plural. ഞാൻ പറഞ്ഞത് plural ആണെന്നാണ്, എഴുതിയപ്പോൾ singular ആയതാണ് കേട്ടോ. Sorry. ഇനി നിങ്ങൾ ഞാൻ പറയുന്ന കൃത്യമായിട്ട് കേൾക്കണം. നമുക്ക് നൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ പഠിച്ച ആളുകളാണ്. നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ എൻ ഐഡിയ. Noun is the name of a person, place, thing or an idea. Okay, I want to emphasize the word idea. For example, love is a noun, hate is a noun, intelligence is a noun. Those are abstract ideas, but still it is a noun. Okay, so നമുക്ക് നൗണിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. One is singular and the other one is plural. Okay, I know these are very simple ideas. One is singular and the other one is plural. Okay, so singular noun is book, boy, man, girl. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് അതിൻ്റെ പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്, നിങ്ങൾ അതിൻ്റെ കൂടെ യു ആർ ആഡിങ് either s or es. ഓക്കെ, എസ് ഒ ഇ എസ് ഒ നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്ലൂറൽ നൗൺ കിട്ടും. എന്നാൽ നമുക്ക് ഈ നൗൺസിനെ റെഗുലർ നൗൺസും ഇറഗുലർ നൗൺസുമായിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ബോയ് എന്ന് ഞാൻ എഴുതുന്നു. ഓക്കെ, ബോയ് is a noun and it is a singular noun. Boy is a singular noun. And what is the plural of boy? Sir, in the simple questions are sir chodikkunnu. But tell me, what is the plural of boy? Yes, plural of boy is boys. Okay, then school is a singular noun. What is the plural of school? Schools. Okay, schools. Then another verb. Yeah, another noun. Pen is a singular noun. Pens is plural noun. ഇതൊക്കെ സിമ്പിൾ ആണ്. എന്നാൽ ഇതുപോലെ നിങ്ങൾ എസ് ആഡ് ചെയ്യാത്ത, അതായത് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലൂറൽ നൗൺ കിട്ടാത്ത കുറച്ച് വേർബുകളുണ്ട്. അത്തരം വേർബുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
irregular verbs എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? Irregular verbs എന്ന് വിളിക്കുന്നത്. But this is not a very important idea, but still you should have a decent understanding about irregular verbs. നോക്കൂ, man, the plural of man is not mans, it is men. The plural of woman is not women's, it is women. The plural of child is not child's, it's children. The plural of tooth is not tooths, it's teeth. The plural of foot is not foots, it's feet. Likewise, the plural of mouse is not mouses, it is mice. So, ഇത്തരം വേർബ്സുകൾ എന്താണ്? ഇറഗുലർ വേർബ്സ് ആണ്. സോറി, ഇറഗുലർ നൗൺസ് ആണ്. എന്ത് നൗൺസ് ആണ്? ഇറഗുലർ നൗൺസ് ആണ്. മക്കൾ ഇത് മനസ്സിലായോ? സോ ഇംഗ്ലീഷിൽ റെഗുലർ വേർബ്സ് മാത്രമല്ല ഇറഗുലർ വേർബ്സ് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വേഗം കാര്യത്തിലേക്ക് പോവാണ്. നമ്മൾ സിംഗുലർ പ്ലൂറലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷിൽ നമുക്ക് നൗൺസിന് മാത്രമല്ല സിംഗുലർ പ്ലൂറൽ ഉള്ളത്. പിന്നെ എന്തിനു കൂടെ സിംഗുലർ പ്ലൂറൽ ഉണ്ട്? പ്രോനൗണിന് കൂടെ സിംഗുലർ പ്ലൂറൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, I, you എന്നുള്ളത് I, you, he, she, it. ഇതൊക്കെ എന്താണ്? സിംഗുലർ ആണ്. അവിടെ എക്സെപ്ഷൻ ഉണ്ട്. ഇനിയോ we, you, they, ഇതൊക്കെ എന്താണ്? പ്ലൂറൽ പ്രോനൗൺസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം. I എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിൽ എന്താണ്? പ്ലൂറൽ ആണ്. I എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ടെൻസിൽ പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുന്നത്? I have a car എന്ന് പറയുന്നത്. I have a car എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയാറില്ല? I has a car എന്ന് പറയാറില്ല. Because that is grammatically wrong. Because in English, in present tense, we consider I as a plural pronoun. In present tense, we consider I as a plural pronoun. Did you understand that concept? നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ശരി. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടണേ. ഇനി നോക്കൂ സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർബിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർബ്. ഞാനൊരു വേർബ് എടുക്കുവാണ്. എന്നിട്ട് അതിനെ സിംഗുലർ പ്ലൂറൽ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സിംഗുലർ വേർബ്, പ്ലൂറൽ വേർബ്. കൃത്യമായി ശ്രദ്ധിക്കണേ മക്കളെ. സിംഗുലർ, പ്ലൂറൽ. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ വെരി ordinary or a very simple. Yes, sir. Let's begin with a very simple verb. For example, the verb I like the most is eat. What is it? Eat, right? So, eat, the plural of eat is eat, and the singular of eat is eats. Likewise, the plural of play is play, and the singular of play is plays. The plural of drive is drive, and the singular of drive is drives. ഇങ്ങനെ എല്ലാ വേർബ്സിന്റെയും പ്ലൂറലും സിംഗുലർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. We either add s or es. നമ്മൾ എല്ലാത്തിനും എസ് മാത്രമല്ല ആഡ് ചെയ്യുക. നമ്മൾ ചില കേസിൽ നോക്കൂ, go എന്ന് പറഞ്ഞ വേർബിന്റെ സിംഗുലർ goes ആണ്. ഗോയുടെ സിംഗുലർ എന്താണ്? goes ആണ്. GOS അല്ല, GOES ആണ്. സോ നമുക്ക് ഏത് വേർബ് കണ്ടാലും ഏത് നൗൺ കണ്ടാലും അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അവിടെ ഒറ്റ കാര്യം നിൽക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കണം. ഐ എം ഗോയിങ് ടു ആസ്ക് യു എ ക്വസ്റ്റ്യൻ ആൻഡ് ഐ വോണ്ട് ടു സീ ഹൗ മെനി ഓഫ് യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ appropriately, correctly. Okay, right. So are you ready for the question? എനിക്ക് സ്ക്രീൻ ഒന്ന് കാണണേ. Are you ready for the question? Right. Here comes my question, okay? Here comes my question. I were dreaming. Sir, is this a grammatically correct sentence? What do you think? Sir, is this a grammatically correct sentence? Is this a grammatically correct sentence? What do you think? I were dreaming. Is this grammatically correct? Yes or no? Yes or no? What do you think? Hey guys, what's up? I'm doing great, bro. Yes, sir. Is this a grammatically correct sentence? Iron Maria Prince, do you think it is a grammatically correct sentence? But unfortunately, I don't think it is a grammatically correct sentence. The grammatically correct sentence would be I was dreaming. I were dreaming is grammatically incorrect. And I'm going to give you another sentence and you need to tell me whether it is right or wrong, whether it is grammatically correct or wrong. My sentence would be, he
don't know the answer. He don't know the answer. What do you think? He don't know the answer എന്നുള്ള സെന്റൻസ് കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. കറക്റ്റ് അല്ലെങ്കിൽ you need to correct the sentence and type the corrected sentence. Yes, okay. If you think it is a wrong sentence, if you think it is a grammatically wrong sentence, you need to correct the sentence and type it in the comment box. What do you think? Yes, sir. He don't know. Noku. He know. Okay. Most of you are saying it's a wrong sentence, and let me think about the reason. ഇവിടെ he എന്ന് പറയുന്നത് ഒരു സിംഗുലർ പ്രോനൗൺ ആണ്. എന്താണ്? സിംഗുലർ പ്രോനൗൺ ആണ്. സോ നിങ്ങൾ പറയുന്നു he don't know എന്നുള്ളത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ what it means is do is not a singular auxiliary verb. Okay, ഇതുകൊണ്ട് ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ്? do എന്തല്ല, do is not a singular auxiliary verb. The correct answer would be he doesn't know the answer. He doesn't know the answer. Tricky Kings, sir, can you explain auxiliary verb? That is exactly what I'm going to do for the next 5-10 minutes, because that is a crucial idea in English language. So what we have understood from this particular sentence is do is not a plural singular auxiliary verb. Rather, do is not compatible with the pronoun he. So you need to ask the question, then which is the compatible auxiliary verb? Which is the singular auxiliary verb? So we have begun this session by announcing the topic, by announcing the topic, and the topic is subject verb Concord. And subject verb Concord വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് auxiliary verbs എന്ന് പറയുന്നത്. Auxiliary verbs are very important. Okay, and I need to ask you a question, sir. How many auxiliary verbs are there in English? How many auxiliary verbs are there in English? Please do comment. Okay, I'm waiting for your comments. How many auxiliary verbs are there in English? 1, 2, 1,000, 100. What do you think? Auxiliary verbs. Yeah, this is a spelling of auxiliary verb. How many auxiliary verbs are there in English? Please, sir, I'm waiting for your answer. Hello, guys. Hello, everyone. Okay, and we are busy studying things, and all of a sudden, one guy from the chat is saying hello to everybody. Hello, everybody. 4. Moonwolf, are you sure? Okay, Moonwolf. Is that a question mark? You have a doubt, right? Jason Kurian, I don't know. Nandana Prashant, 10. Nandana Govind said, I don't know. Tricky King, sir, what is auxiliary verb? That is $1 million question. I think I need to answer that question first. Then we will count how many auxiliary verbs in English. Sir, what is an auxiliary verb? Wait, that is a question, okay? That is a question I need to address as an English teacher. I'm sorry, Yes, 10. You sure? Okay, right, people. Shall I talk about auxiliary verb for the time being? Rashmi, you got it correct. You got it absolutely correct. Okay, yes. Listen to me very carefully. What is an auxiliary verb? I will elaborate this, okay? I was studying grammar. I was studying grammar. Okay, right. I am going to dissect this particular sentence. Okay, and I want your complete help with this. I need your help with this. Okay, right. People, listen to me. Right? What is I here? What is I here? Okay, I in this particular sentence is the subject. I in this particular sentence is the subject, or in another word, I is a pronoun. I is a pronoun, or I works as a subject here. Clear? Is this clear? If it is clear, please give me a thumbs up. Okay, I എന്ന് പറയുന്നത് ഈ സെന്റൻസ് ഒരു സബ്ജക്റ്റ് ആണ്. That's a simple idea. Okay, next. What is was? I don't know what is was, but for the time being, let's keep it there and let's move on to the next word. Studying. Okay, studying. What is studying? Studying is the verb here. Okay, studying is the verb here. And what is grammar?
what is grammar? Grammar is not object. We can consider it as others. ബാക്കിയുള്ള കാര്യത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? Others എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? Others എന്ന് വിളിക്കുന്നു. അപ്പൊ സാർ ഇവിടെ ഈ ബാക്കി ഒരു വോസ് കിടപ്പുണ്ട്. അയാളെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? അയാളെയാണ് ഞാൻ auxiliary verb എന്ന് വിളിക്കുന്നത്. Okay? So in order to give you a perspective, what is the meaning of the word auxiliary? What is the meaning of the word auxiliary? This is not actually an English word. Auxiliary means helping. Auxiliary means helping. So auxiliary verb, okay? Auxiliary means verb and auxiliary verb means helping verb. Okay? Auxiliary verb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സർ? Helping verb എന്നാണ്. So that begs an important question. Sir, ആരെയാണ് grammar spelling wrong. Where is it? Yeah, sorry. Okay? ആരെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, ആരെയാണ് ഓക്സിലറി വെർബ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, യെസ്, ഗ്രാമറിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോവാതിരിക്കാൻ ഐഡിയ ഉണ്ട്. ഗ്രാമറിൽ എന്തുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഗ്രാമറിൽ അമ്മയുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. AMMA. ഓക്കെ, സോ ഗ്രാമറിൽ അമ്മയുണ്ടെന്ന് ആലോചിച്ചാൽ മതി. യെസ്, ശ്രദ്ധിക്കും. സോ ഇവിടെ ആരെയാണ് ഓക്സിലറി വെർബ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്സിലറി വെർബ് ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കൺഫ്യൂഷൻ ഉത്തരവായി. നോക്കൂ, auxiliary verbs help main verbs. auxiliary verbs ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മെയിൻ വെർബിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനാ? to change the tense. Okay, to change the tense. auxiliary verb ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മെയിൻ വെർബിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. So what's your name? I think that is irrelevant for the time being. Actually, I have already stated my name in the beginning of the class. You may go back and check it. Okay, yes, no go. So auxiliary verb ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. auxiliary verbs help main verb to change the tense. നോക്കൂ, നിങ്ങൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കൂ. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് രാജു എന്ന് പറഞ്ഞ ഒരു നൗൺ തരുന്നു, ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു വേർബ് തരുന്നു. എന്നിട്ട് രാജു കാർ ഓടിക്കുകയായിരുന്നു എന്ന് ഈ രണ്ട് വേർഡ്സ് മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കാർ ഉപയോഗിച്ചു. ഓക്കെ, ഈ മൂന്ന് വേർഡ്സ് മാത്രം ഉപയോഗിച്ചിട്ട് രാജു കാർ ഓടിക്കുകയായിരുന്നു എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? Is it possible to communicate the Malayalam idea Raju car odikugayayirunnu by only using the words Raju car and drive? I think it is impossible, because in order to communicate this idea, in order to communicate this present continuous tense, you desperately need an auxiliary verb, which you have already got it right now, which is yes sir. Okay, so the English translation of this Malayalam sentence will be Raju is driving car. Yes sir, what we are discussing right now is basics of the language, but this is something you should have a thorough idea about. Okay, listen to me very, very carefully. So here we have used an additional verb is in order to create the sense of present continuous tense. Okay, present continuous tense. അങ്ങനെ ഒരു മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ടെൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡീഷണൽ വേർബ്സിനെയാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് വിളിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇസ് ദിസ് ക്ലിയർ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, പ്ലീസ് ഡു പോസ്റ്റ് എ റെഡ് ഹാർട്ട് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ മാത്രം കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇടും. ഓക്കെ, ഓക്കെ, റെഡിയാണോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മാത്രം കമന്റ് ബോക്സിൽ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ മാത്രം, ബിക്കോസ് നിങ്ങൾ ഇന്ന് ഈ ലൈവിൽ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം ഈ ലൈവ്. കാരണം നമ്മൾ പറയുന്നതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ആ സിമ്പിൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഈസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. സർ, ഇറ്റ്സ് പാസ്റ്റ് റൈറ്റ്? ഇറ്റ്സ് നോട്ട് പാസ്റ്റ് റൈറ്റ്. കാർ ഓടിക്കുകയാ? ഓക്കെ, യെസ്, ഇറ്റ് ഈസ് പാസ്റ്റ്. കാർ ഓടിക്കുകയാണ്. യെസ്, ഇറ്റ് ഈസ്. Okay, what I meant is car odikugayana. Okay, if it is car odikugayayirunnu, it will be Raju was driving. Raju car odikugayana is present continuous. It is Raju is driving. Okay, clear? Right. So now I can ask that question. Sir, how many auxiliary verbs are there in English?
Yes, I think one of you have already commented the correct answer. There are 24 auxiliary verbs in English. There are 24. There are 24 auxiliary verbs. There are 24 auxiliary verbs in English. And I'm going to write all the 24 auxiliary verbs in English. And while I'm writing it, I'm pretty sure that you might have already gone through. You might have already know the auxiliary verbs. നിങ്ങൾക്ക് ഈ auxiliary verbs already അറിയണ്ടാവും. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, എൻ്റെ കൂടെ വരിക. These are the 24 auxiliary verbs in English. Let's begin with am. Am, is, are. Okay? Am, is, are. Let me leave space between words. Am, is, are. Was, were. Do, does, did. Has, have, had. Okay? And I want you to count these auxiliary verbs and how many have I wrote. എത്ര ഞാൻ എഴുതിയടാ? എത്ര auxiliary verbs ഞാൻ എഴുതി? 11 എണ്ണം എഴുതി. ഏതൊക്കെയാണ്? Am, is, are, was, were, do, does, did, has, have, had. Okay? These are the first 11 auxiliary verbs. And let me continue. Will, would, shall, should, can, could, may, might, must. Okay? Can, could, may, might, must. So right now I have wrote 20 auxiliary verbs and there are 4 more. Which are they? Used to, need, dare, ought to. Okay? Right. So the 24 auxiliary verbs in English, are am, is, are, was, were, do, does, did, has, have, had, will, would, shall, should, can, could, may, might, must, used to, need, she didn't set her. She didn't said. That is a grammatically incorrect sentence. I will tell you why. Okay? Right. So, ഇത്രയുമാണ് ഇംഗ്ലീഷിലെ 24 auxiliary verbs. എന്നാൽ ഈ 24 auxiliary verbs some auxiliary verbs are exclusively singular. ചില auxiliary verbs എന്താണ്? Singular ആണ്. ചില auxiliary verbs plural ആണ്. Okay? ഈ 24 auxiliary verbs 4 auxiliary verbs. Okay? Out of the 24 auxiliary verbs, 4 auxiliary verbs are exclusively singular. ഏതൊക്കെയാണ് എന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ബോക്സിൽ പറയാവോ? Out of the 24 auxiliary verbs, 4 auxiliary verbs are exclusively singular. Do you have any idea? Right? അറിയോ ഇതിൽ ഏതൊക്കെയാണ് ആ exclusively singular മാത്രമായ auxiliary verb? Oops, grammar mistakes caused by my quick typing. It's okay, it's completely okay. Shazam Mariam, okay, you're pardoned. Okay, you're excused. Okay, yes, no go. ഏതൊക്കെയാണ് സർ ആ 4 auxiliary verbs? വരൂ, പറയൂ. ഓക്കെ, 72 പേര് ലൈക്ക് ചെയ്തോ ഈ ലൈവിന്? നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്തോ? 72 ലൈക്സ് ഉണ്ടോ ഈ ലൈവിന്? സോറി. Both my Malayalam and English is not good. Yup. Okay. Nanda Goban is saying is. What about the other 3? Right. So people listen to me very carefully. There are 4 auxiliary verbs out of the 24 which are exclusively singular. Which are is, was, does, has. Okay? ഈ പറയുന്ന 4 auxiliary verbsum എന്താണ്? സിംഗുലർ ആണ്. ഈ പറയുന്ന 4 auxiliary verbs എന്താണ്? സിംഗുലർ ആണ്. ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഡസ്, ഹാസ്. അത് ഓർമ്മിച്ച് വെക്കാൻ. In order to remember those 4 auxiliary verbs, there is a very simple trick. You have to repeat after me. Okay? ഇങ്ങനെ പറഞ്ഞു നോക്കി നിങ്ങൾ. സിംഗുലർ എന്ന് പറഞ്ഞു നോക്കി. പറഞ്ഞ് എന്റെ കൂടെ പറഞ്ഞ്. സിംഗുലർ. ഓക്കെ? സിംഗുലർ. എന്താണ് സാർ? സിംഗുലർ.
സോ സിംഗുലർ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് 4 ഓക്സിലറി വേർബ്സ് മാത്രമേ ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഡസ്, ഹാസ്. യെസ്, ഐ എം സ്പീക്കിംഗ്, ഐ നോ, ബട്ട് ഇറ്റ്സ് ഓക്കെ, നോബഡി ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സോ ഈസ്, വാസ്, ഡസ്, ഹാസ്, ഓൾ ദീസ് ഓക്സിലറി വേർബ്സ് ആർ സിംഗുലർ ഓക്സിലറി വേർബ്സ്. കിട്ടിയോടാ? കിട്ടി. സോ ഈ 4 ഓക്സിലറി വേർബ്സ് എന്താണ്? സിംഗുലർ ആണ്. എന്താണ്? സിംഗുലർ ആണ്. കാരണം എസ്സിൽ അവസാനിക്കുന്ന 4 ഓക്സിലറി വേർബ്സ് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. എസ്സിൽ അവസാനിക്കുന്നതുകൊണ്ടല്ല അത് സിംഗുലർ ഓക്സിലറി വേർബ്സ് ആയത്. സിംഗുലർ ഓക്സിലറി വേർബ്സ് ഒക്കെ എസ്സിൽ അവസാനിക്കുന്നതുകൊണ്ട്, ദാറ്റ് വാസ് എ കോയിൻസിഡൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാം എന്നൊക്കെയുള്ളൂ. ഓക്കെ, സോ സിംഗുലർ ഓക്സിലറി വേർബ്സ് ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഡസ്, ഹാസ്. മിനിമോൾ, ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഇഷ്ടമായോ ഞാൻ പറഞ്ഞത്? ഹിമയൊക്കെ ചിരിക്കുന്നുണ്ട്, ഇതിനെയായിരിക്കും ചിരിക്കുന്നത്. ഓക്കെ, ശരി, നോക്കൂ. അടുത്തത് പ്ലൂറൽ ഓക്സിലറി വേർബ്സ്. ആർ, വേർ, ഡു, ഹാവ്. ഏതൊക്കെയാണ്? ആർ, വേർ, ഡു, ഹാവ്. ആർ, വേർ, ഡു, ഹാവ്. ഈ 4 എണ്ണം എന്താണ്? എക്സ്ക്ലൂസീവ്ലി പ്ലൂറൽ ആണ്. എക്സ്ക്ലൂസീവ്ലി എന്താണ്? പ്ലൂറൽ ആണ്. ആർ, വേർ, ഡു, ഹാവ്. എന്താണ്? That's funny, sir. Thank you. Okay, are, were, do, have. ഇത് എന്താണ് മക്കളെ? പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം സിംഗുലർ ആണ്. അതായത് ഇത് സിംഗുലർ നൗണിന്റെയോ പ്രോനൗണിന്റെ കൂടെ മാത്രമേ പോകുള്ളൂ. ദേ ഈസ് എന്ന് പറയില്ല, ദേ വാസ് എന്ന് പറയില്ല, ദേ ഡസ് എന്ന് പറയില്ല, ദേ ഹാസ് എന്ന് പറയില്ല. ഓക്കെ, അതുപോലെ ഈ പറയുന്ന 4 ഓക്സിലറി വേർബ്സ് പ്ലൂറലിന്റെ കൂടെ മാത്രമേ പോകുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഷീ ആർ എന്ന് പറയില്ല, ഹി വേർ എന്ന് പറയില്ല, ഇറ്റ് ഡു എന്ന് പറയില്ല, ഷീ ഹാവ് എന്ന് പറയില്ല. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ അതർ ഓക്സിലറി വേർബ്സ്? ബാക്കിയുള്ള ഓക്സിലറി വേർബ്സോ? ഇതിൽ ഒരാൾ ഒരു എക്സെപ്ഷണൽ കേസാണ്. ആരാണ്? ആം ആണ്. ആം എന്താണ്? ആം എന്താണ്? ആം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ആം ട്രൂ ലവ് ആണ് എന്ന് ആലോചിച്ച് വെക്കുക. ആം എന്താണ്? ആം ട്രൂ ലവ് ആണ്. ആം എന്താണ്? ട്രൂ ലവ് ആണ്. കാരണം ആം ആരുടെ കൂടെ മാത്രമേ പോവുള്ളൂ? ആം ഐയുടെ കൂടെ മാത്രമേ പോവുള്ളൂ. എന്താണ് സർ? ആം ഐയുടെ കൂടെ മാത്രമേ പോവുള്ളൂ, വേറെ ആരുടെ കൂടെ ആം പോവില്ല. നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ഷീ ആം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹി ആം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദേ ആം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഐ ആം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സോ ഐ എന്താണ്? ട്രൂ ലവ് ആണ്. സോറി, ആം എന്താണ്? ട്രൂ ലവ് ആണ്. ഐയുടെ കൂടെ മാത്രമേ പോവുള്ളൂ. എന്നാൽ ഈസും, വോസും, ഡസും, ഹാസും സിംഗുലറിന്റെ കൂടെ, ആറും, വേറും, ഡൂവും, ഹാവും പ്ലൂറലിന്റെ കൂടെ. ബാക്കിയുള്ള ഓക്സിലറി വേർബ്സോ? വാട്ട് അബൌട്ട് ദി അതർ ഓക്സിലറി വേർബ്സ്? അവര് ആരുടെ കൂടെ വേണമെങ്കിലും പോകും. എന്ന് പറഞ്ഞാൽ irrespective of singular or plural, it is compatible with every nouns or every pronouns. For example, നമുക്ക് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ഹാഡിന് എടുക്കാം. ഇപ്പോൾ ഐ ഹാഡ് എ ഡ്രീം എന്നാണ് പറയാം, അല്ലെങ്കിൽ ഷീ ഹാഡ് എ ഡ്രീം എന്നാണ് പറയാ, ദേ ഹാഡ് എ ഡ്രീം എന്നാണ് പറയാ, വി ഹാഡ് എ ഡ്രീം എന്നാണ് പറയാ, അപ്പു ആൻഡ് അഞ്ജു ഹാഡ് എ ഡ്രീം എന്നാണ് പറയാ. എല്ലാത്തിനും നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് സിംഗുലർ ഓർ പ്ലൂറൽ, ഇറ്റ് ഈസ് കോമ്പാറ്റബിൾ വിത്ത് എവ്രി വേർബ്. ഓക്കെ, എറർ കറക്ഷൻ ഉണ്ടാവും സർ, ഉണ്ടാവും, എറർ കറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം കിട്ടിയല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടോളെ. സിമ്പിൾ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞേ, നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ക്ലിയർ ആണെന്ന് പറയണേ. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഡാഷ് ഓൺ ദ ഡെസ്ക്. ഇവിടെ ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസിന്റെ കൂടെ ഈസ് ആണോ വരേണ്ടത്, ആറാണോ വരേണ്ടത്? ഈസ് ആണോ വരേണ്ടത്, ആറാണോ വരേണ്ടത്? നമുക്കറിയാം, നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഈസ് എന്താണ്? സിംഗുലർ ആണ്. ആർ എന്താണ്? പ്ലൂറൽ ആണ്. ഈസ് സിംഗുലർ ആണ്, ആർ പ്ലൂറൽ ആണ്. എന്നാൽ ദ ലിസ്റ്റ് ഓഫ് ദ ഐറ്റംസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? കമന്റ് ബോക്സിൽ പറഞ്ഞേ. ലിസ്റ്റ് ഓഫ് ദ ഐറ്റംസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ലിസ്റ്റ് ഓഫ് ദ ഐറ്റംസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ? ഹിമ സേസ് ഐ ആം ഇന്റലിജന്റ്. ഓക്കെ ഹിമ, ശരി, ഞാൻ അംഗീകരിക്കുന്നു. ആറാണ് അല്ലെ? ന്യൂസിക്കോ പറയുന്നു ആറാണെന്ന് കുറെ പേര് പറയുന്നില്ലേ? അല്ലെ, കുറെ പേര് ഇപ്പൊ ആറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ സമ്മതിക്കോ? ഫർസാന, യു ആർ റൈറ്റ്. ഓക്കെ, ഫർസാന മെസ്സേജ് റിട്രാക്റ്റഡ്. അത് ശരിയാ മോളെ. ഫർസാന, നീ എഴുതിയ ആൻസർ കറക്റ്റാ കേട്ടോ. സോ ഇത് തെറ്റാ, നിങ്ങൾ എഴുതിയ ആറെന്ന് പറഞ്ഞാൽ തെറ്റാ. കാരണം എന്താ? നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഐറ്റംസ് നോക്കിയല്ലേ നിങ്ങൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ തീരുമാനിച്ചത്? അല്ലടാ, ഇവിടെ എന്താണ്? ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. നോക്കൂ, ഒരു ലിസ്റ്റ് ഉണ്ട്,
അതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. സോ ഇതെന്താണ്? ഇത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്, ഐറ്റംസ് ഓഫ് ലിസ്റ്റ് അല്ല, ലിസ്റ്റ് ഓഫ് ഐറ്റം ആണ്. സോ ലിസ്റ്റ് ഓഫ് ഐറ്റം എന്നുള്ളത് ഇവിടെ എന്താണ്? ലിസ്റ്റ് ഓഫ് ഐറ്റം എന്നുള്ളത് സിംഗുലർ ആണ്. സോ ദ ആൻസർ വുഡ് ബി ഈസ്. ദ ആൻസർ വിൽ ബി ഈസ്. ആൻസർ എന്താണ്? ഈസ് ആണ്. മനസ്സിലായോ സാറേ? ഓക്കെ, മനസ്സിലായോ സാറേ? കാര്യം മനസ്സിലായോ? ഈസ് ആണ് ആൻസർ, എന്തല്ല ആറല്ല. ഓക്കെ, അടുത്തത് മൈ ബ്രദേഴ്സ് ഈസ് ഓർ ആർ കമ്മിങ്. വളരെ സിമ്പിൾ ആണ്. മൈ ബ്രദേഴ്സ് എന്താണ്? മൈ ബ്രദേഴ്സ് ആർ കമ്മിങ് ആണ്. ഇനി നിങ്ങൾ പറഞ്ഞേ ഐ വാസ് ഓർ വേർ റീഡിങ്. എനിക്ക് ഇതിന്റെ ആൻസർ ആണ് വേണ്ടത്. ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ഇതിന്റെ ആൻസർ ആണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ കൃത്യമായി ഒന്ന് കമന്റ് ബോക്സിൽ പറയണം. ഐ വാസ് ഓർ വേർ റീഡിങ്. ഐ വാസ് ഓർ വേർ റീഡിങ്. എന്താണ് ഇതിന്റെ ആൻസർ? ഐ വാസ് റീഡിങ് ആണോ? ഷോ, എന്റെ കാര്യം. Guys, is my message visible? Yes, 100% visible. Moonwolf, and you are visible. My brothers are coming. Yes, my brothers are coming. Okay. Yes, I was reading ആണ്. നോക്കിക്കോളെ. I എന്നുള്ളത് എന്താണ്? പ്ലൂരൽ ആണ്. സോറി. I എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. I എന്താണ്? സിംഗുലർ ആണ്. സോ വാസ് ആണോ വേർ ആണോ? സിംഗുലർ. വാസ് ആണ്. ഏതാണ്? വാസ് ആണ്. സോ ദ ആൻസർ ഈസ് വാസ്. എന്നാൽ അടുത്തൊരു റൂൾ ഞാൻ പറയാൻ പോവാണ്. നോക്കൂ, റൂൾ നമ്പർ 3. Use a plural verb when the subject of the sentence is made up. This is something you need to take a screenshot of. Okay, use a plural verb when the subject of the sentence is made up of 2 or more nouns, pronouns connected by an. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആൻഡ് എന്ന് പറഞ്ഞൊരു വേർഡ് വെച്ചിട്ട് ഒന്നിലധികം നൗൺസോ പ്രോനൗൺസോ അല്ലെ, ഒന്നിലധികം നൗൺസോ പ്രോനൗൺസോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ വേർബ് ആണ്. ഏതാണ്? പ്ലൂരൽ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്റ്റഡി പ്ലൂരൽ ആണ്. സ്റ്റഡി എന്താണ്? പ്ലൂരൽ ആണ്. സ്റ്റഡിയുടെ സിംഗുലർ എന്താണ്? സ്റ്റഡീസ് ആണ്. സ്റ്റഡി സിംഗുലർ എന്താണ്? സ്റ്റഡീസ് ആണ്. ഈ ലോജിക്ക് മനസ്സിലായവരൊക്കെ ഒരു റെഡ് ഹാർട്ട് ഇട്ടേ കമന്റ് ബോക്സിൽ. ഈ ലോജിക്ക് മനസ്സിലായവരൊക്കെ ഒരു റെഡ് ഹാർട്ട് കമന്റ് ബോക്സിൽ ഇട്ടേ. വേഗം ഇട്ടെ. മനസ്സിലായവർ മാത്രം. ഓക്കെ, സിമ്പിൾ ആണ്, സിമ്പിൾ ഐഡിയ ആണ്. മനസ്സിലായവർ മാത്രം കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം തരാം. നോക്കൂ, അർജുൻ and his classmates, okay, Arjun and his classmates participate or participates in school youth festival. Participate ആണോ participates ആണോ? ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ആണോ പാർട്ടിസിപ്പേറ്റ്സ് ആണോ? സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ അർജുൻ ആൻഡ് ഹിസ് ക്ലാസ്മേറ്റ്സ് എന്നാണ് പറയുന്നത്. സോ അത് ഒന്നിലധികം ആളുകളാണ്. അപ്പൊ എന്താണ് അവിടെ? പ്ലൂരൽ ആണ്. പാർട്ടിസിപ്പേറ്റ് ആണ് പ്ലൂരൽ, എന്തല്ല പാർട്ടിസിപ്പേറ്റ്സ് അല്ല. ഓക്കെ, ശരി. അടുത്ത റൂൾ നമ്പർ 4 കൃത്യമായിട്ട് കേൾക്കുക. വെൻ ദർ ഈസ് ഓൺലി വൺ സബ്ജക്ട്. ഓക്കെ, എങ്ങനെയാണ്? ഒരു സബ്ജക്റ്റ് മാത്രം ആൻഡ് മോർ ദാൻ വൺ വേർബ്. ഓക്കെ, ഒരു സബ്ജക്റ്റും ഒന്നിലധികം വേർബും ഉണ്ടെങ്കിൽ ദ വേർബ്സ് മസ്റ്റ് എഗ്രി വിത്ത് ദ സബ്ജക്ട് ത്രൂ ഔട്ട് ദ സെന്റൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. ഓക്കെ, നോക്കൂ, ഒരു സബ്ജക്റ്റ്. ഏതാ സബ്ജക്റ്റ്? ദ സ്റ്റുഡൻസ്. ആ സ്റ്റുഡൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാ നോക്കിയേ. അവർ ചിയർ ചെയ്യുന്നുണ്ട്, ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ചിയേർഡ് V2 ആണ്, ക്ലാപ്ഡ് V2 ആണ്, സെലിബ്രേറ്റഡ് V2 ആണ്. കാര്യം മനസ്സിലായോ? അവിടെ സബ്ജക്റ്റ് ഒന്നും, ആ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് വേർബ്സ് ഒന്നിലധികം ഉണ്ടെങ്കിൽ എല്ലാ വേർബ്സും ആ സബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യണം? എഗ്രി ചെയ്യണം. സോ ഇവിടെ ചിയേർഡ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലാപ്പ് എന്ന് കൊടുക്കാൻ പറ്റില്ല, ക്ലാപ്സ് എന്ന് കൊടുക്കാൻ പറ്റില്ല, സെലിബ്രേറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ V2 ആണെങ്കിൽ എല്ലാ സ്ഥലത്തും എന്തായിരിക്കണം? V2 ആയിരിക്കണം. മനസ്സിലായോ? ഈ റൂൾ വളരെ സിമ്പിൾ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ക്ലിയർ ആണ്. റൂൾ നമ്പർ 5. When a phrase appears between the subject and the verb,
Remember that the verb still appears to agree with the subject, not the noun or pronoun in the sentence following phrase. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുമില്ല. കേറി നോക്കൂ. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? ഇതാണ് സബ്ജക്റ്റ്. ക്യാപ്റ്റൻ എന്നുള്ളതല്ലേ സബ്ജക്റ്റ്? ആണ്. ക്യാപ്റ്റൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇവിടെ ക്യാപ്റ്റൻ എന്നുള്ളത് സിംഗുലർ ആണ്. ക്യാപ്റ്റൻ എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആസ് വെൽ ആസ് എന്താണ്? ആസ് വെൽ ആസ് എന്ന് പറഞ്ഞൊരു ഫ്രേസ് ഉണ്ട്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞ എന്തുണ്ട്? ഒരു ഫ്രേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു നൗൺ കൂടെ ഉണ്ട്. മറ്റൊരു നൗൺ കൂടെ ഉണ്ട്. ഈ നൗൺ എന്താണ്? പ്ലൂരലാണ്. ഈ നൗൺ എന്താണ്? പ്ലൂരലാണ്. ഇനി ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇടണം. ഓക്കെ, ശരി, ഒന്നുകൂടെ കൃത്യമായി ശ്രദ്ധിച്ചോളെ. വെൻ എ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് വെൽ ആസ് പോലൊരു ഫ്രേസ് സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയ്ക്ക് വന്നാൽ, സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ the verb still appears to agree with the subject, not the noun or pronoun in the sentence following the phrase. എന്ന് പറഞ്ഞാൽ ഈ ഫ്രേസ് കഴിഞ്ഞിട്ടുള്ള നൗണിനെ അല്ല അഗ്രി ചെയ്യേണ്ടത്, ഈ ഫ്രേസിന് മുമ്പുള്ള സബ്ജക്റ്റിനെയാണ്, നൗണിനെയാണ് അഗ്രി ചെയ്യേണ്ടത്. സോ ദ ക്യാപ്റ്റൻ എന്നുള്ളത് സിംഗുലർ ആണ്. സോ ഇവിടെ എന്ത് തന്നെയാണ് വേണ്ടത്? ഇവിടെ ഈസ് എന്ന് പറയുന്ന, ഈസ്, വാസ്, ഹാസ് നമ്മൾ പറഞ്ഞില്ലേ, ഈസ് എന്ന് പറയുന്ന സിംഗുലർ പ്രോനൗൺ തന്നെയാണ് വേണ്ടത്. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ സർ? ഇത് മനസ്സിലായോ? ഓക്കെ, ശരി, ക്ലിയർ ആണ്. ഇനി ഞാൻ പറയുന്നത് കൃത്യമായി കേൾക്കുക. അടുത്ത റൂള് പോവാണ്. മനസ്സിലായെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാണ് അടുത്തത്. Use a singular verb when two or more singular nouns or pronouns are connected by or, neither or nor. മക്കളെ ഇത് ഒന്ന് ഓർമ്മിച്ച് വെച്ചോ, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയാണ്, my mother or father, anyone can sign my progress card. ഇവിടെ can എന്നുള്ളത് എന്താണ്? ഞാൻ ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു റൂൾ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഒരു റൂൾ പഠിപ്പിച്ചു തരാം, കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ആ റൂളിന്റെ പേര് ബോട്ട് റൂൾ എന്നാണ്. എന്ത് റൂളാണ്? ബോട്ട് റൂൾ. മക്കളെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ബോട്ട് റൂൾ. ഞാൻ ബോട്ട് റൂളില് ബി ആദ്യം എടുക്കുന്നു. ബോട്ട് റൂളില് ബി ആദ്യം എടുക്കുന്നു. എന്നിട്ട് കുറച്ച് വേർഡ്സ് എഴുതാം. നോക്കൂ. Anybody, nobody, somebody, everybody. Anybody, nobody, somebody, everybody. സോ ഇതൊക്കെ എന്താണ്? ബി അല്ലേടാ? ബി അല്ലേ? ആണ്. ഇനി ഞാൻ ഓ എടുക്കുന്നു. ഏതെടുക്കുന്നു? ഓ. ഓ എടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ തന്നെ എഴുതുന്നു. മക്കളെ വേർഡ്സ് ഒന്ന് കമന്റ് ചെയ്തേ. Anyone, no one, someone, everyone. Anyone, no one, someone, everyone. Anyone, no one, someone, everyone. ഓ എടുക്കുന്നു. അടുത്ത ഞാൻ ടി എടുക്കുന്നു. ടി. ഓക്കെ, ബോട്ട് റൂൾ ആണ്, പഠിച്ചു വെക്കണേ. ടി. എനിത്തിങ്, നത്തിങ്, സംതിങ്, എവറിഥിങ്. എനിത്തിങ്, നത്തിങ്, സംതിങ്, എവറിഥിങ്. എനിത്തിങ്, സംതിങ്, നത്തിങ്, എവറിഥിങ്. ഇതൊക്കെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇതൊക്കെ ബോട്ട് റൂൾ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതൊക്കെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്ന് പറഞ്ഞേ കമന്റ് ബോക്സിൽ. ഇതൊക്കെ ഇംഗ്ലീഷിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഈ പറയുന്ന 12 ആൾക്കാരും എനി, നോ, സം, എവറി. ഓക്കെ, യെസ് ഹിമ, താങ്ക് യു ഫോർ ദ പാർട്ടിസിപ്പേഷൻ. ഇതൊക്കെ നോക്കൂ, ഇത് എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നോക്കിയോളൂ. ഞാനിങ്ങനെ പറയുന്നൊന്നും നിങ്ങൾ നോക്കണ്ട, ഈ പറയുന്നതൊക്കെ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇതൊക്കെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? പ്ലൂറൽ ആയിട്ടല്ലേ തോന്നുക, അല്ലേ? എവ്രിതിങ് അല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത്, എവ്രി വൺ എന്നൊക്കെ പറയുന്ന സമയത്ത്, എവ്രിതിങ്, എവ്രിബഡി, എവ്രിതിങ്, എവ്രിബഡി, അല്ലേ? എവ്രി വൺ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്തായിട്ടാ തോന്നുക? പ്ലൂറൽ ആയിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ ഇംഗ്ലീഷിൽ എന്താണ്? ഇതൊക്കെ ഇംഗ്ലീഷിൽ സിംഗുലർ ആണ്. ഇതൊക്കെ ഇംഗ്ലീഷിൽ എന്താണ്? സിംഗുലർ ആണ്. ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടോ? ബോട്ട് റൂൾ എന്ന് പറഞ്ഞ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇംഗ്ലീഷിൽ എന്താണ്? സിംഗുലർ ആണ്. സോ ഈ ബോട്ട് റൂൾ ഓർമ്മിച്ച് വെക്കുക. ബോട്ട് മുഴുവൻ എന്താണ്? സിംഗുലർ ആണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ പഠിച്ചു വെക്കുക. അതാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യം വരില്ല. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഈ ട്രിക്ക് മനസ്സിലായോടാ? മനസ്സിലായോ സർ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രിക്ക്? ഓക്കെ, ലെറ്റ് മീ ഗോ ബാക്ക് ടു ഇംഗ്ലീഷ്. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രിക്ക്? ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ please do put a fire in the comment box. Okay, ശരി. അപ്പൊ നോക്ക്, നമ്മൾ തിരിച്ചതിലേക്ക് വരികയാണ്. ഇവിടെ
ഇവിടെ യെസ് സിംഗുലർ ആണ്. ഓക്കെ, ഇവിടെ മൈ മദർ ഓർ ഫാദർ എനിവൺ ക്യാൻ സൈൻ. ഇവിടെ എനിവൺ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. സോ അതെന്താണ്? എനിവൺ എന്നുള്ളത് സിംഗുലർ ആണ്. എനിവൺ എന്നുള്ളത് എന്താണ്? യെസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, എനിവൺ ഈസ്. ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത് മനസ്സിലാവും. ആൻഡ് ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു റൂൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കണമെങ്കിൽ ഞാൻ പറയും അത് ഇതാണ് റൂൾ. എന്താണ് റൂള്? ഇതാണ് റൂള്. ആ റൂളിന്റെ പേര് പ്രോക്സിമിറ്റി റൂൾ എന്നാണ്. എന്ത് റൂളാണ്? പ്രോക്സിമിറ്റി റൂൾ എന്നാണ്. ശ്രദ്ധിക്കും. When a compound subject includes both the singular and plural noun. നോക്കൂ, ഒരു സെന്റൻസിൽ സിംഗുലർ നൗണും പ്ലൂറൽ നൗണും ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പ്രോനൗൺ ഉണ്ടെന്ന് വിചാരിക്കാം. അത് ഈ ഓറ് നോറ് വെച്ചുള്ള വേർഡിലൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ക്ലോസസ്റ്റ് വെർബിനോട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ക്ലോസസ്റ്റ്. സർ SORES ആഡ് ചെയ്താൽ അതെ SORES ആഡ് ചെയ്താൽ സിംഗുലർ ആണ് കേട്ടോ. യെസ്, നോക്കൂ, ഇവിടെ നോക്കുക. ഇവിടെ ദ ടീച്ചേഴ്സ് എന്നുണ്ട്. എന്തുണ്ട്? ദ ടീച്ചേഴ്സ് എന്നുണ്ട്. ദ ടീച്ചേഴ്സ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ടീച്ചർമാർ എന്നുള്ളത് പ്ലൂറൽ ആണ്. ഇവിടെ പ്രിൻസിപ്പൾ എന്നുണ്ട്. പ്രിൻസിപ്പൾ എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. സോ ഒരു സിംഗുലർ ഉണ്ട്, ഒരു പ്ലൂറലും ഉണ്ട്. എന്ത് വെച്ചാൽ കണക്ട് ചെയ്യുന്നത്? ഓർ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സിംഗുലറും. So your class is so understand and interesting. Thank you, Shafna. So ഇവിടെ സിംഗുലറും പ്ലൂറലും വന്നു കഴിഞ്ഞാൽ and Shafna, I want you to write this comment by the end of the class. Okay, ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഇടണം. അപ്പോൾ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ, Shafna, I am expecting that comment. നോക്കൂ, വിട്ടേക്ക്. അവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു വേർബ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരു വേർബ് ഉണ്ട്. അനൗൺസസ് എന്നല്ലേ വേർബ്. ഞാൻ അതിന്റെ 2 ഫോം എഴുതാൻ പോവാണ്. ഒന്ന് അനൗൺസ് ആണ്, മറ്റൊന്ന് എന്താണ്? അനൗൺസസ് ആണ്. അനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ്, കാരണം എസ് ഇല്ലാത്തത് പ്ലൂറലാണ്, എസ് ഉള്ളത് സിംഗുലർ ആണ്. അനൗൺസസ് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ ദ ടീച്ചേഴ്സ് ഓർ ദ പ്രിൻസിപ്പൾ എന്നാ പറഞ്ഞത്. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ, പിന്നെയോ പ്രിൻസിപ്പൾ ഒരാൾ. അപ്പൊ ഒരുപാട് ആളും ഒരാളും ചേർന്നാൽ ഒരുപാട് ആളാവും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അനൗൺസ് എന്ന് എഴുതും. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ഒന്നിലധികം നൗൺസ്, ഒരു സിംഗുലർ നൗണും പ്ലൂറൽ നൗൺസും വന്നു കഴിഞ്ഞാൽ, ഓറിന് അപ്പുറം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വെർബിന്റെ അടുത്തുള്ള, ഓറിന് അടുത്തുള്ളതല്ല, ഓറിന്റെ അടുത്തുള്ള വെച്ചാൽ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പ്രശ്നം വരും. വെർബിനടുത്തുള്ള എവിടെയാ? ഓക്കെ, വേർബ് അനൗൺസസ് എന്നുള്ള വേർബിന് തൊട്ടിപ്പുറത്തുള്ള വേർബ് നൗൺ ഏതാ നോക്കാം. ഈ നൗണ് സിംഗുലർ ആണെങ്കിൽ വേർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഇത് നേരെ തിരിച്ചിട്ട് ദ പ്രിൻസിപ്പൾ ഓർ ദ ടീച്ചേഴ്സ് ആണെങ്കിലോ? പറഞ്ഞേ, നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞേ. ദ പ്രിൻസിപ്പൾ ഓർ ദ ടീച്ചേഴ്സ്. ദ പ്രിൻസിപ്പൾ ഓർ ദ ടീച്ചേഴ്സ്. പ്രിൻസിപ്പൾ ഓർ ദ ടീച്ചേഴ്സ് അനൗൺസ് ആണോ അനൗൺസസ് ആണോ? കമന്റ് ബോക്സിൽ പറഞ്ഞേ. പ്രിൻസിപ്പൾ ഓർ ദ ടീച്ചേഴ്സ് അനൗൺസ് ആണോ അനൗൺസസ് ആണോ? ഇവിടെ ദ ടീച്ചേഴ്സ് ഓർ ദ പ്രിൻസിപ്പൾ അനൗൺസസ് ആയിരുന്നു. പ്രിൻസിപ്പൾ ഓർ ദ ടീച്ചേഴ്സ് അനൗൺസ് ആണോ അനൗൺസസ് ആണോ? ഒരു സംശയമില്ല. നിങ്ങൾ വേർബിന്റെ അടുത്തുള്ള നൗണ് നോക്കുക. ദ ടീച്ചേഴ്സ് അതെന്താ? പ്ലൂറലാണ്. അതെന്താണ്? പ്ലൂറലാണ്. അപ്പൊ ഇവിടെ ഏതാ പ്ലൂറൽ ഉള്ളത്? അനൗൺസ് ആണ്. ഏതാണ്? അനൗൺസ് ആണ്. കിട്ടിയല്ലോ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് എല്ലാത്തിലും അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഓക്കെ, നോക്കൂ. നെയ്തർ നാച്ചു, എന്റെ പേരാ കേട്ടോ. നെയ്തർ നാച്ചു നോർ ഹിസ് ഫ്രണ്ട്സ്. നെയ്തർ നാച്ചു നോർ ഹിസ് ഫ്രണ്ട്സ് ലൈക്ക് ഓർ ലൈക്സ് ഹിന്ദി. നെയ്തർ നാച്ചു നോർ ഹിസ് ഫ്രണ്ട്സ് ലൈക്സ് ഹിന്ദി. നാച്ചുവിന്റെ ഫ്രണ്ട്സിനോ ഹിന്ദി ഇഷ്ടമല്ല. അവിടെ ലൈക്ക് ആണോ ലൈക്സ് ആണോ വേണ്ടത്? ലൈക്ക് ആണോ ലൈക്സ് ആണോ വേണ്ടത്? കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഒന്നുമില്ലടാ, സിമ്പിൾ ആണ്. ഇവിടെ വെർബ്, ഇതല്ലേ വെർബ്. വെർബിനടുത്തുള്ള നൗൺ ഏതാ നോക്കുക. ഹിസ് ഫ്രണ്ട്സ് അതെന്താണ്? അത് പ്ലൂറലാണ്. പ്ലൂറലാണ്. അപ്പൊ ഞാൻ എന്ത് പറയും? ലൈക്ക് പറയും. ഇതേ സാധനം തിരിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ neither his friends, neither his friends nor നാച്ചു ലൈക്ക് ഓർ ലൈക്സ് ഹിന്ദി ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്? ലൈക്സ് ഹിന്ദിയാണ്. എന്ത് ഹിന്ദിയാണ്? ലൈക്സ് ഹിന്ദിയാണ്. കാരണം
തൊട്ടപ്പുറത്ത് ഇത് നോക്കൂ, ഇതെന്താണ്? ഇത് സിംഗുലർ ആണ്, ഇതും എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, സോ പ്രോക്സിമിറ്റി റൂൾ നമ്മൾ പഠിച്ചല്ലോ മക്കളെ, പ്രോക്സിമിറ്റി റൂൾ പഠിച്ചല്ലോ. ഇത്രേ ഉള്ളൂ പ്രോക്സിമിറ്റി റൂൾ. ഭയങ്കര എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇനി നോക്കൂ അടുത്തത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞാണ്. ഈച്ച് വൺ, എയ്തർ, നെയ്തർ, എവ്രി വൺ, എവ്രിബഡി, ഇതൊക്കെ എന്താണ്? സിംഗുലർ ആണ്. എന്താണ്? സിംഗുലർ ആണ്. സാർ ഓൾറെഡി പറഞ്ഞാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ബോട്ട് റൂൾ ആണ് കേട്ടോ. ഇത് ഏതാണ്? ഈ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിൽ ഞാൻ ചുരുക്കി പറഞ്ഞു തരുന്നത് നേരത്തെ. എന്താണ്? ബോട്ട് റൂൾ ആണ്. മനസ്സിലായല്ലോടാ? ബോട്ട് റൂൾ സാർ ഇപ്പോ ചത്തിൽ ഹിന്ദി കണ്ടത് കൊണ്ടാണോ ഈ സെന്റൻസ് ഉണ്ടാക്കിയത്? സാർ ഇപ്പൊ ചാറ്റിൽ അല്ല ഞാൻ കണ്ടില്ല. ഐ ഡിഡ്ന്റ് സീ ദാറ്റ്. ഓക്കെ, സോറി, ഞാൻ കണ്ടില്ല, സോറി. ശരി. നമുക്ക് നേരത്തെ പറഞ്ഞ ബോട്ട് റൂൾ എത്ര പേർക്ക് മനസ്സിലായി? നേരത്തെ ഞാൻ പഠിപ്പിച്ച ബോട്ട് റൂൾ മനസ്സിലായ ആളുകളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞു ഫയർ ഇടാവോ? നേരത്തെ ഞാൻ പഠിപ്പിച്ചു തന്ന ബോട്ട് റൂൾ മനസ്സിലായവര് ഒന്ന് കമന്റ് ബോക്സ്, 70 പേർക്ക് മനസ്സിലായെങ്കിൽ 70 പേരും എന്ത് ചെയ്യുക? ഒരു കുഞ്ഞു ഫയർ ഇടുക കമന്റ് ബോക്സിൽ. ഓക്കെ, ബോട്ട് റൂൾ മനസ്സിലായെങ്കിൽ മാത്രം. ഓക്കെ, മനസ്സിലായെങ്കിൽ മാത്രം. മനസ്സിലായോ? ഒരു കുഞ്ഞു ഫയർ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി, റെഡി. ആൻഡ് ഇപ്പോഴും എനിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ, നോക്ക്, നമ്മുടെ ലൈവിന് ഇപ്പോഴും ഒരു 70 ലൈക്ക് പോലും ഇല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ലൈവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് കുഞ്ഞി പ്രസ് ചെയ്യുക കേട്ടോ. ലൈക്ക് ബട്ടൺ ഓൾറെഡി പ്രസ് ചെയ്ത ആൾക്കാർ പ്രസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മുടെ ലൈവിന് 60 ലൈക്കാണ് ഉള്ളത്. അത് എന്ത് ചെയ്യുക? അതൊരു 70-75 ലൈക്ക് ആക്കുക. ചുമ്മാ കിടക്കട്ടെ. ഓക്കെ, ഒരു സന്തോഷത്തിന്. റെഡി. ഓക്കെ, അത് നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ പ്ലീസ് റിപ്ലൈ. ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല, ഒന്നുകൂടെ വരട്ടെ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യാം? ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഞാനൊരു ചോദ്യം തരും, നോക്കൂ. എവ്രി വൺ, ഓക്കെ, എവ്രി വൺ ഇൻ ദ ക്ലാസ് ഈസ് ഓർ ആർ ഹാപ്പി. എവ്രി വൺ ഇൻ ദ ക്ലാസ് ഈസ് ഓർ ആർ ഹാപ്പി. ലൈക്ക് അടിക്കൂ ഗൈസ്. ഹിമ പറയുന്നുണ്ടല്ലോ, ലൈക്ക് അടിക്കൂ. ഹിമയുടെ ഒരു ആഗ്രഹമല്ല. ഓക്കെ, എവ്രി വൺ ഇൻ ദ ക്ലാസ് ഈസ് ഓർ ആർ ഹാപ്പി. കമന്റ് ബോക്സിൽ പറഞ്ഞേ, എവ്രി വൺ ഇൻ ദ ക്ലാസ് ഈസ് ആണോ ആറാണോ ഹാപ്പി? എവ്രി വൺ ഇൻ ദ ക്ലാസ് ഈസ് ഹാപ്പി ആണോ ആർ ഹാപ്പി ആണോ? എവ്രി വൺ ഇൻ ദ ക്ലാസ് ഈസ് ഹാപ്പി ആണോ ആർ ഹാപ്പി ആണോ? അതെ, ഈസ് ഹാപ്പിയാണ്. എന്ത് ഹാപ്പിയാണ്? ഈസ് ഹാപ്പിയാണ്. കാരണം എന്താ? നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ സാധനങ്ങളും ഇതിൽ അപ്ലൈ ചെയ്യുന്നു. ഈസാണ് സിംഗുലർ. പിന്നെയോ ബോട്ട് റൂൾ പ്രകാരം എവ്രി വണ്ണും എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ നൗണ് സിംഗുലർ വെർബ്. ശരി, പഠിച്ചു. ഓക്കെ, അടുത്തത് റൂൾ നമ്പർ 9. ബിക്കോസ് abstract nouns and uncountable nouns are regarded as singular. മക്കളെ കൃത്യമായി ശ്രദ്ധിച്ചോളെ, ഇതൊരു ഐഡിയ ആണ്. അബ്സ്ട്രാക്റ്റ് നൗൺസിനെയും അൺകൗണ്ടബിൾ നൗൺസിനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടാണ്. അതുകൊണ്ട് സിംഗുലർ നൗൺ വെർബ് വേണം. ഇനി എന്താണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് ആലോചിക്കുന്നവർക്ക് ഇതൊക്കെയാണ്. അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, കോൺക്രീറ്റ് അല്ലാത്ത നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ലവ് എന്ന് പറയുന്ന സാധനം നമുക്ക് അളക്കാനോ അല്ലെങ്കിൽ ടാൻജിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ലവ് ഈസ് നോട്ട് എ ടാൻജിബിൾ എന്താണ് എൻറ്റിറ്റി അല്ലെ? ടാൻജിബിൾ ആയിട്ടുള്ള, കൗണ്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് മെഷർമെന്റ് പറയാൻ പറ്റുന്ന ഒരു എന്തല്ല, ഒരു നൗൺ അല്ല ലവ് എന്ന് പറയും. നിനക്ക് എന്നോട് എത്ര പ്രേമമുണ്ട്, സ്നേഹമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 കിലോ പ്രേമം, അല്ലെങ്കിൽ 3.5 മീറ്റർ പ്രേമം, അല്ലെ 2.25 അടി പ്രേമം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അതൊരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. നിനക്ക് എത്ര കറേജ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 35 കിലോ കറേജും 400 ഗ്രാം ബ്യൂട്ടി ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിളിക്കുന്നത്. സോ ഈ അബ്സ്ട്രാക്ട് നൗൺസിനെ സിംഗുലർ, ഓക്കെ, അബ്സ്ട്രാക്ട് നൗൺസ് ഇൻ ഇംഗ്ലീഷ് ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ നൗൺസ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലവ് ആർ എന്ന് പറയില്ല. എന്താണ്? മൈ ലവ് ഈസ് എ റെഡ് റോസ് അല്ലെ? വളരെ പ്രസിദ്ധമായ ഒരു കവിത എങ്ങനെയാണ് തുടങ്ങുന്നത്? മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഓക്കെ, സോ മൈ ലവ് ഈസ് എന്നോ അല്ലെങ്കിൽ മൈ ലവ് വാസ് എന്നേ പറയുള്ളൂ. എന്ത് പറയില്ല? മൈ ലവ് ആർ എന്ന് പറയില്ല, മൈ ലവ് വേർ എന്ന് പറയില്ല. സോ ഇതൊക്കെ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. എന്ത് നൗൺസ് ആണ്? ക്ലിയർ ആയെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ക്ലിയർ എന്ന് പറയും. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അബ്സ്ട്രാക്ട് നൗൺസ് എന്താണ്? അബ്സ്ട്രാക്ട് നൗൺസ് ഇംഗ്ലീഷിൽ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ ആയിട്ടാണ്. മനസ്സിലായോ സർ? മനസ്സിലായി. ഇനി നോക്കൂ,
അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്. എനിക്ക് 2 കിലോ ലവ് ഉണ്ട്. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്. ഞാൻ കണ്ടു സുഹാന മോളെ, ഞാൻ കണ്ടു കേട്ടാ. ആരോടാ? എന്നോടല്ലോ. ഓക്കെ, നോക്കൂ. സോ അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്. എന്ത് നൗൺസ് ഉണ്ട്? അൺകൗണ്ടബിൾ നൗൺ. സർ, ബോയ്സ് സിംഗുലറും ബോയ്സ് പ്ലൂരലും അല്ലേ? അതെ സർ, അതെ. ലിയോൺ, യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഓക്കെ, ശരി, നോക്കൂ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അക്കോമഡേഷൻ, അഡ്വർടൈസിങ്, അഡ്വൈസ്, ബിയർ, ബ്രെഡ്, ചൈൽഡ്ഹുഡ് അല്ലെ. നമ്മൾ ബിയർ സ്ഥലക്കാൻ ലിറ്ററലൊക്കെ നമുക്ക് പറയാതെ നിങ്ങൾ വിട്ടേക്കൂ. സോ ഒരുപാട് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ് ഉണ്ട്. ഈ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ് നമ്മൾ എന്താ പറയാ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ കൺസിസ്റ്റൻസി, സ്ഥിരത. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്ഥിരത എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കൺസിസ്റ്റൻസി എന്നുള്ളത് സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ ഈസ് ആണ് വരിക. സിംഗുലർ ആകുമ്പോൾ എന്താ വരിക? ഈസ് ആണ് വരിക. ഓക്കെ, ശരി. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the last rule. ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് റൂൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. യൂസ് എ സിംഗുലർ verb when the subject refers to a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിലെയോ ഡിസ്റ്റൻസിനെയോ അല്ലെങ്കിൽ സം ഓഫ് മണിയോനൊക്കെയോ പറയുന്നെങ്കിൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുക? സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുക. വെരി സിമ്പിൾ റൂൾ. നോക്കൂ, 4267 കിലോമീറ്ററുകൾ എന്ന് പറയുമ്പോഴും നമ്മൾ ആറെന്ന് പറയില്ല. എന്തേ പറയുള്ളൂ? ഈസ് എന്നേ പറയുള്ളൂ. സോ ഒരു ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് 400 മൈൽസ് ഈസ് എന്നേ നമ്മൾ പറയുള്ളൂ. 400 മൈൽസ് ആർ എന്ന് പറയില്ല. ഓക്കെ, 400 മൈൽസ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുള്ളൂ. എന്തേ പറയുള്ളൂ? 400 മീറ്റേഴ്സ് ഈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. 400 മീറ്റേഴ്സ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് എന്നേ പറയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ഈ ലൈവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ലൈവ് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഇടും. എത്ര പേരിടും? നമ്മളിപ്പോൾ 1 മണിക്കൂർ സംസാരിച്ചു. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ സംസാരിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് പോയി. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ തന്നു കഴിഞ്ഞാൽ എത്ര പേര് കമന്റ് ബോക്സിൽ, ഇവിടെയല്ല ലൈവ് ചാറ്റിലല്ല, എവിടെയാണ്? സോ യുവർ ക്ലാസ് ഈസ് സോ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. So you told me to say this. Not at the end of the class. Okay, after winding up this session, you have a comment box. You have an open comment box where you can write your feedback, where you can write your comments about the class. Okay, right. I liked it. Okay, so ippalla live chat alla comment box. Ippo live end illa le live end ചെയ്തു comment box on ആവില്ല. ഓക്കെ, കമന്റ് ബോക്സ് ഓണാവും. അവിടെയാണ്. കാരണം നിങ്ങൾ CBSE പ്രത്യേകിച്ച് 10ാം ക്ലാസ് CBSE ഞാൻ കഴിഞ്ഞ കോമൻസ് ഒക്കെ നോക്കി, അതിനൊന്നും കോമൻസ് ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യാത്തത്? നോക്കൂ, നിങ്ങൾക്ക് Xylem ഫ്രീ ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആണ് എന്ത് തരുന്നത്? ക്ലാസ്സുകൾ തരുന്നത് അല്ലേ? എന്തെങ്കിലും ഫീ മേടിക്കുന്നുണ്ടോ യൂട്യൂബിൽ ക്ലാസ് കേൾക്കാൻ വേണ്ടി? ഇല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? മാക്സിമം ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ് എടുക്കാൻ എനിക്ക് മോട്ടിവേഷൻ തരുന്നത് നിങ്ങളുടെ കമൻസ് ആണ്. എൻ്റെ ക്ലാസ് എത്ര ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോഴാണ് എനിക്ക് എന്താവുന്നത്? സന്തോഷമാവുന്നത്. സോ ഒരിക്കൽ കൂടി, ദിസ് ഈസ് മൈ നെയിം, നാസർ ഫാറുദ്ദീൻ. നമ്മൾ ഇനിയും കാണും. ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ദിസ് കമന്റ്, ആഫ്റ്റർ ദിസ് ലൈവ് ആൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. സോ ഇതാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ദ ബുക്സ് ഓൺ ദ ഷെൽഫ്. ആലോചിച്ച് തെറ്റിക്കണേ, ആലോചിച്ച് എഴുതണേ. ദ ബുക്സ് ഓൺ ദ ഷെൽഫ് ഹാസ് ആണോ, വാസ് ആണോ, ഈസ് ആണോ, ആറാണോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നു. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം Xylem Learning. സോ നമ്മൾ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു. കമന്റ് ബോക്സിൽ ഈ ക്വസ്റ്റ്യൻ ആൻസറും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഇടുന്നു. സോ until then, this is Nasser Faruddin signing off from Xylem Learning. Happy learning everybody. Thank you.